വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെപ്റ്റംബർ 2-ാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ഭാഗമാണ് ആനുകാലിക ചോദ്യങ്ങൾ. ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം. BCCIയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത്? ഉത്തരം രാജീവ് ശുക്ല. BCCIയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് രാജീവ് ശുക്ല. അടുത്തത് 71ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ. ഉത്തരം വിയ്യാപുരം ചുണ്ടൻ. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. 3ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ. ഉത്തരം വരുന്നത് വിയ്യാപുരം ചുണ്ടൻ. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. 3ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ. അടുത്ത ചോദ്യം. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ്. ഉത്തരം ഡയോസ്കോറിയ ബാലകൃഷ്ണനി. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ്. ഉത്തരം ഡയോസ്കോറിയ ബാലകൃഷ്ണനി. അടുത്ത ചോദ്യം. 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം. ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബുദ്ഗാം, ജമ്മു കാശ്മീർ. 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബുദ്ഗാം, ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ മൊബൈൽ ടൈം പേഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത്. ഉത്തരം നോയിഡ. രാജ്യത്തെ ആദ്യ മൊബൈൽ ടൈം പേഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത്. ഉത്തരം നോയിഡ. അടുത്തത്. 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത്. ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. ഉത്തരം ഓസ്കാർ പിയാസ്ട്രി. 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ഓസ്കർ പിയാസ്ട്രി. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തത് ചോദ്യം. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിച്ചത്. ഉത്തരം നീരജ് ചോപ്ര. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യയെ നയിച്ച നീരജ് ചോപ്ര. രാജ്യത്തെ സമുദ്രോൽപാദന കയറ്റുമതി സ്ഥാനം 3ാം സ്ഥാനം നേടിയത് കേരളം. രാജ്യത്തെ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 3ാം സ്ഥാനം കേരളം. 1ാം സ്ഥാനം ആന്ധ്ര. 2ാം സ്ഥാനം തമിഴ്നാട്. 3ാം സ്ഥാനമാണ് കേരളത്തിന്. 1ാം സ്ഥാനം ആന്ധ്ര. 2ാം സ്ഥാനം തമിഴ്നാട്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് കെ. സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ. സോമപ്രസാദ്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി. ഉത്തരം ഗോവ. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി. ഉത്തരം ഗോവ. ഡിജിറ്റൽ ഗവേണൻസിലെ തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്ന നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് നമ്മുടെ കേരളം ഡിജിറ്റൽ കേരളം പദ്ധതി. നമ്മുടെ കേരളം ഡിജിറ്റൽ കേരള പദ്ധതി. BCCIയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് രാജീവ് ശുക്ല. 71ാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ വിയ്യാപുരം ചുണ്ടൻ. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. 3ാം സ്ഥാനം മേൽപ്പാടം ചുണ്ടൻ. പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ് ഡയോസ്കോറിയ ബാലകൃഷ്ണനി. 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബുദ്ഗാം.
രാജ്യത്തെ ആദ്യ മൊബൈൽ ടൈം പാഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് നോയിഡ. 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവ് ഓസ്കാർ പിയാസ്ട്രി. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യയെ നയിക്കുന്നത് നീരജ് ചോപ്ര. രാജ്യത്തെ സമുദ്രോത്പാദന കയറ്റുമതി 3-ാം സ്ഥാനം കേരളം, 1-ാം സ്ഥാനം ആന്ധ്ര, 2-ാം സ്ഥാനം തമിഴ്നാട്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ സോമപ്രസാദ്. 2025 ഫിഡെ ചെസ് ലോകകപ്പിന്റെ വേദി ഗോവ. ഡിജിറ്റൽ ഗവേണൻസിലെ തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്ന നടപ്പിലാക്കിയ പദ്ധതി നമ്മുടെ കേരളം ഡിജിറ്റൽ കേരളം പദ്ധതി. താങ്ക് യു.